പേര് സുബിത. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിലെ മണിവിള സ്ഥലത്തുനിന്നാണ് ഞാൻ വരുന്നത്. ഞാനാണെങ്കിൽ ഉടമ്പടി എടുത്ത 12/2/2020 2 മാസം ഇവിടെ വന്നതിന് ശേഷം കൊറോണ കാരണം എനിക്ക് വരാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 7/10 വെച്ച് പെട്ടെന്ന് എൻ്റെ ചേട്ടന് BP കൂടി ഒരു സൈഡ് മൊത്തം സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് മൊത്തം അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് 2 ആശുപത്രികളിലും മാറി മാറി കൊണ്ടോടി. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ നിന്ന് ചാർജർ എടുക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലവും ബൈബിളും കൂടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരെടുത്തുകൊണ്ട് വന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇനി എണീറ്റ് നടക്കില്ല, ഒരു കടയിൽ തന്നെ കിടക്കുമെന്ന്. ഞാനാണെങ്കിൽ ഉടമ്പടി തൈലമിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു. വെറുതെ ഇരിക്കുമ്പോഴേക്കും അങ്ങ് പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കാലുകൾ ചലിക്കാൻ തുടങ്ങി. ഒരു സൈഡ് മൊത്തം സ്തംഭിച്ചു ആയിരുന്നു. ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഞാൻ കാലുകൾ ചലിക്കണമെന്ന് പറഞ്ഞ് എങ്കിൽ അത് നല്ലത് തന്നെയെന്ന് പറഞ്ഞു. ഒരാഴ്ച അവിടെ കിടത്തിയിട്ട് അവർ വീട്ടിലേക്ക് വിട്ടയച്ചപ്പോഴേക്കും ഞാൻ പയ്യെ കയ്യിൽ പിടിച്ചാൽ ശകലം നടക്കും എന്നുള്ള കണക്കായിരുന്നു. തുടർന്ന് തന്നെ വീട്ടിൽ വന്ന് കൊറോണ കാരണം നമ്മൾ കിടന്ന വാർഡിൽ നിന്ന് ഒരുപാട് പേർ കൊറോണ കാരണം പോകുന്നെന്ന് അറിഞ്ഞത് കാരണം 7 ദിവസം ക്വാറൻറ്റീനിലിരിക്കാനാണ് അവർ പറഞ്ഞത്. അത് കാരണം മക്കളെയൊന്നും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നില്ലായിരുന്നു. മക്കളെ കൊണ്ടുവരാൻ ദിവസമായപ്പോൾ എൻ്റെ ഹെൽത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്തായാലും നീ ഒന്ന് കൊറോണ പോയി ടെസ്റ്റ് ചെയ്തിട്ട് പിള്ളേരെ കൊണ്ടുവന്നാൽ മതിയെന്ന്. 12 മണിയാകുമ്പോൾ റിസൾട്ട് അറിയുമെന്നും പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല, ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ ചേട്ടൻ പറയണത് എനിക്ക് നെഞ്ച് വേദനയുണ്ട്, ആശുപത്രി പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 12 മണിക്ക് റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞു. റിസൾട്ട് അറിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാം. അപ്പം 12 മണിയായിട്ട് എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ വെച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി പോയി ആശുപത്രിയിൽ ചേട്ടനെയും കാണിച്ച് മക്കളെയും കൂടെ വിളിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ പോയി ആശുപത്രിയിൽ കാണിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എനിക്ക് കോൾ വരണു, എനിക്ക് പോസിറ്റീവാണ്. എനിക്ക് അപ്പോഴും എന്ത് ചെയ്യണം, പെട്ടെന്ന് ടെൻഷനായി ഞാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഹെൽത്തിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിന്നെ വേണമെങ്കിൽ ക്വാറൻറ്റീനിൽ കൊണ്ടുപോവാം, നിൻ്റെ ചേട്ടനെ നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനെ നോക്കാനൊന്നും ആരുമില്ല, ഞാൻ നിന്നാലേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ നിൻ്റെ അമ്മായി വീട്ടിൽ നിന്നൊന്ന് മാറണം, എങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന്. അവരോട് പറഞ്ഞ് അവർ 2 ദിവസം മാറി. പിന്നെ അതിനേക്കാളും പ്രശ്നങ്ങളുടെ പ്രശ്നമായി. ഞാൻ പിന്നെ പറഞ്ഞു മാറാൻ പറഞ്ഞത് കാരണം പ്രശ്നമായി മാറി. എൻ്റെ മക്കളെയൊന്നും കൊണ്ടുവന്നില്ല ഞാൻ വീട്ടിലേക്ക് അപ്പോഴേക്കും അറിഞ്ഞത് കാരണം പ്രശ്നമായത്. പിന്നെ ഇവർ മാറി താമസിച്ച് എൻ്റെ ചേട്ടന് പെട്ടെന്ന് രാത്രി 3 മണിയായപ്പം നെഞ്ചുവേദന, ഭയങ്കര നെഞ്ചുവേദന. എനിക്ക് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. ചേട്ടൻ്റെ അമ്മയെ തന്നെ ഞാൻ വിളിച്ചു, ഒരുപാട് വണ്ടിക്കാരെ വിളിച്ചു. അവസാനം 4 മണിയായപ്പോൾ ഒരു വണ്ടി വന്നു. എൻ്റെ ചേട്ടനെ പോയിട്ട് വിട്ടയച്ചെങ്കിലും അവർ ആശുപത്രി കൊണ്ടുപോയില്ല. എൻ്റെ അമ്മയെ വിളിക്കാൻ പോയി അവിടെ. അവർ പിള്ളേരെല്ലാം അവിടെ നിന്നത് കാരണം വന്നില്ല. ഒടുക്കം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടും ആരും ആശുപത്രി കൊണ്ടുപോയില്ല. അങ്ങനെ വളരെയേറെ വിഷമിച്ച് ഞാൻ മാതാവിൻ്റെ ചുട്ടിയാണ് എടുത്ത് കഴുത്തിൽ കെട്ടിക്കൊട്ടു കൊടുത്തിട്ട് മാതാവേ ഉടമ്പടി തൈലം എല്ലാം പൂശി കൊടുത്തിട്ട് മാതാവേ ആശുപത്രി കൊണ്ടുപോകാൻ പോലും ആരുമില്ലെന്ന് പറഞ്ഞ് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. പലരെയും ഫോൺ വിളിക്കുമായിരുന്നു ഞാൻ. അവസാനം 8 മണിയൊക്കെ കഴിഞ്ഞപ്പം ഹെൽത്തിൽ നിന്ന് തന്നെ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്നപ്പോഴേക്കും ചെറുതായിട്ട് നടന്ന ആൾ പിന്നെ ഒട്ടും നടക്കാതെ മൊത്തത്തിൽ കനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി മാറിക്കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ഒടുക്കം പിന്നെ അവർ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ വിളിച്ച് മുമ്പറും അവിടെ നിന്ന് 4-5 ആൾക്കാരുമായിട്ട് വന്ന് എടുത്തുകൊണ്ട് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. പിന്നെയും ആശുപത്രി 1 മണി കഴിഞ്ഞു. ചേട്ടൻ്റെ അമ്മ വന്ന് പറഞ്ഞു അവന് കൊറോണയാണ്, റിസൾട്ടെല്ലാം അങ്ങ് വച്ചിട്ടുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരും പോയി. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ. അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മാതാവേ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് പരിചയമുള്ളവരെ എല്ലാവരെയും ഞാൻ വിളിച്ചു, ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെയും എല്ലാവരെയും വിളിച്ച് ആശുപത്രി പോയി എന്നൊക്കെ അന്വേഷിക്കാനെങ്കിലും. അങ്ങനെയായിരുന്നു, ഒരു വഴിയുമില്ല.
എന്നെ കൂടെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടും ആരും പറഞ്ഞു, വിളിച്ചവരെല്ലാം പറഞ്ഞ് നിന്നെ കൊണ്ട് അവിടെ ആക്കാൻ പറ്റില്ല, കാരണം നിനക്ക് കൊറോണയാണ്, അവിടെ ആരെയും കയറ്റില്ല, ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാനും പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ പിന്നെ ഞാൻ ഫോണുകൾ എടുക്കണില്ല. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ട്, നീ പ്രാർത്ഥന കേൾക്കണല്ലേ, നീ പ്രാർത്ഥനയിട്ട് പ്രാർത്ഥിക്ക്. അങ്ങനെ ഇരുന്ന് ഞാൻ TV ഓൺ ചെയ്ത് ചെറിയ ശബ്ദത്തിലാണ് വെച്ചത്. ഈശോയുടെ ദിവ്യകാരുണ്യ ആരാധനയാണ് നടന്നുകൊണ്ടിരുന്നത്. മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു, നിന്നെ 2 ദിവസം മുമ്പ് വിളിച്ച കേട്ടല്ലോ ഒരാൾ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിക്കാൻ വേണ്ടി. പെട്ടെന്ന് ഞാൻ നമ്പർ എടുത്തിട്ട് അവരെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ വേറൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് വിളിക്കാം. ഞാൻ ആ നമ്പറിൽ വിളിച്ച് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ എന്നാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഹോസ്പിറ്റലിൽ മാറ്റാനുള്ള വരുമാനമില്ല, ഞാൻ സാമ്പത്തികമായി മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്, എൻ്റെ ചേട്ടന് എണീറ്റ് നടക്കാൻ പോലും കഴിയില്ല, ഒന്ന് പുറത്ത് പോകണമെങ്കിലും ഒരാളെ സഹായം വേണം എന്നുള്ള കണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ അരമണിക്കൂറായപ്പം വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി കുഴപ്പമില്ല, ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാം, നിൻ്റെ കയ്യിൽ നിനക്ക് പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം ഫോൺ വഴിയായിരുന്നു വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫോണിലുള്ളത് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ശരി, ആംബുലൻസ് എങ്ങനെ വിളിക്കുമെന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഹെൽത്തിൽ ആരോടെ. അപ്പോൾ അവർ തന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു, ഇല്ല, ഞാൻ തന്നെ ആംബുലൻസ് ഇവരെ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇതെല്ലാം മാതാവിൻ്റെ കൃപയാലാണ് സാധിച്ചത്. മാതാവ് തന്നെയാണ് അത്ഭുതം പ്രവർത്തിച്ചത്. അവിടെ വേറെ ഒരുത്തരം സഹായവും എനിക്കില്ലായിരുന്നു. 15 ദിവസം വരെ നമ്മളവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവർ റൂം എടുത്ത് തന്നു. അപ്പോഴേക്കും 2-3 ദിവസം വരെ എൻ്റെ ചേട്ടൻ ഒരാഹാരം കഴിക്കുകയോ ഒന്നുമില്ലായിരുന്നു. ഒരു കടയിൽ തന്നെ കിടക്കും, ബാക്കി കാര്യമെല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. 4 ദിവസമായപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശകലച്ച ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. 15ാമത്തെ ദിവസമാണ് അവർക്ക് കൊറോണ ടെസ്റ്റ് ചെയ്തത്. അപ്പം നെഗറ്റീവ് ആവുകയും അവർ വീട്ടിൽ വിട്ടേക്കുകയും ശ്രമിച്ചത്. ഇതെല്ലാം മാതാവ് ചെയ്ത അത്ഭുതമാണ്. എൻ്റെ ചേട്ടൻ എണീറ്റ് നടക്കില്ലെന്ന് പറഞ്ഞെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് എണീറ്റ് നടക്കും. സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കൃപ നൽകിയത് മാതാവാണ്. ഈശോയ്ക്ക് നന്ദി, മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. എൻ്റെ പേര് മറിയാമ്മ മാർട്ടിൻ. ഞാൻ അർത്തുങ്കൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കെട്ടി വന്നിട്ട് 22 വർഷമായി. അവർ 10 മക്കളാണ്, 5 ആണും 5 പെണ്ണും. പെണ്ണുങ്ങളിൽ 4 പേരെ കെട്ടിച്ചു. മൂത്ത ആൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പിന്നെ 4 ചേട്ടന്മാർ മാറി താമസിച്ചു. ഒരാൾ ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 3 സെൻറ്റ് സ്ഥലത്ത് ഷെഡ് വെച്ചു. അപ്പോൾ അവിടെ മൂത്ത പെങ്ങൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് ആയിരുന്നു. പുള്ളി ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ആർക്കും കൊടുക്കാണ്ടൊക്കെ ഇരുന്നു. അവസാനം അവർ വേറെ സ്ഥലം മേടിച്ചു. ചേട്ടനൊക്കെ 3 സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു. അവിടെ വീട് വെക്കാനായിട്ടെല്ലാ അപേക്ഷകളും കൊടുത്ത് അതിന് സാങ്ഷൻ വന്നപ്പം തോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ വെക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരാശപ്പെട്ടു. അപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം അളന്ന് കിട്ടിയാൽ അവിടെ ഷെഡ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി വന്ന് എല്ലാ പെങ്ങാന്മാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും നടന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടിയിലല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആരാധന നടക്കുന്ന സമയത്ത്. അതായത് 2019 ഞാൻ ഉടമ്പടി ആദ്യം എടുത്തത്. അത് കഴിഞ്ഞാണ് ഞാൻ വീടിന് വേണ്ടി ഞാൻ വെക്കുമായിരുന്നു. എനിക്കൊരു വീട് പേരിൽ എഴുതി കിട്ടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, 1 വർഷമാകുമ്പോൾ ഈ ഫെബ്രുവരി 28-ാം തീയതി വരെ എനിക്കൊരു വർഷമാകും. അതിനുള്ളിൽ എനിക്ക് 25-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 26-ാം തീയതി ദിവസം ഉണ്ടെങ്കിൽ എനിക്കിതിനൊരു മറുപടി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 25-ാം തീയതി ആയപ്പം ചേർത്ത് വന്നിട്ടും പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ സാങ്ഷൻ പോയി, പിന്നെ 10 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് വെക്കാമെന്ന് അനുവാദം കിട്ടി. ദൈവമാതാവിൻ്റെ അനുഗ്രഹം അതുമൂലം
ചേർത്ത് തന്നെ എല്ലാം ചെയ്തു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാം ശരിയായി തന്നു. ഞങ്ങളും പൈസ കൊടുത്തു. അവർക്ക് 3 സെൻറ്റ് സ്ഥലവും കൊടുത്തി. ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും കിട്ടി. അതിനിടയ്ക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കോവിഡായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നു, ഇവിടെ ഒന്ന് പുതുക്കി. അപ്പോൾ സാക്ഷി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, വൈകിപ്പോയി. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോവിഡായപ്പോൾ അടച്ചിട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി. പെങ്ങൾ മരിച്ചു. പെങ്ങൾ മരിച്ച് 1 വർഷമായില്ല. നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ അർത്തിങ്കലിരിക്കുമ്പോഴാണ് പെങ്ങൾക്ക് ഒടുക്കലത്തെ പ്രശ്വ കൊടുത്തു. പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി.